ജീവിതത്തിന്റെ പാതകളിൽ ഓരോ വഴികളിലും ഓരോ സ്റ്റെപ്പുകളിലും നമ്മളെ പതറാതെ നടത്തിയ ദൈവത്തിന്റെ സ്നേഹം ഇന്ന് പകൽക്കാലം നമുക്ക് ഓർക്കുന്നത് എത്ര നല്ലതായിരിക്കും. എല്ലാറ്റിലും ഉപരി തൻ്റെ സ്വന്തം ജീവൻ തന്ന് ആ നിത്യമാം സ്നേഹം നമുക്ക് തന്ന് നമ്മളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ കരുണകൾക്കും കൃപകൾക്കുമായി അതോർത്ത് കർത്താവിന് നമുക്ക് ഇന്നും നന്ദി പറയാനുള്ള ഒരു അവസരം കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും ഓർത്ത് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ദൈവം അതിനെല്ലാം മറുപടിയും പ്രാർത്ഥനകളെല്ലാം കേട്ട് പ്രൈസ് ദി ലോർഡ് നമുക്ക് അതിനുള്ള മറുപടി നൽകുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടാൻ നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇതുപോരാ. പ്രൈസ് ദി ലോർഡ്. ആ മനോഹരമായ ഗാനം ഇന്ന് നമുക്ക് ഒന്നിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. കഴിവുള്ളിടത്തോളം മൈക്രോഫോൺ ഓഫ് ചെയ്ത് നമ്മൾ കേൾക്കുവാണെങ്കിൽ പാടുവാണെങ്കിൽ അത് സൗകര്യമായിരിക്കും. എക്കോ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഞാൻ അതിൻ്റെ ഒരു മ്യൂസിക് ഇട്ടിട്ടാണ് പാടുന്നത്. പ്രൈസ് ദി ലോർഡ്. ദയവ് ചെയ്ത് നമുക്ക് ഫോളോ ചെയ്യാം. ദൈവം നമ്മൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പാട്ടിൽ കൂടി ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനും നന്ദിയോടെ ഓർക്കുവാനും നമ്മളെല്ലാം ദൈവം ഇടയാക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സിനിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സിനിതു പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സിനിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സിനിതു പോരാ. കാൽവരിയിൽ തന്നെ പാപിയമെന്നെ നേരുവദേശ്. കാൽവരിയിൽ തന്നെ ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സിനിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സിനിതു പോരാ.
കാരിരുമ്പാണിയിൽ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ, കാരിരുമ്പാണിയിൽ തറയപ്പെട്ടത് എൻ പേർക്കായല്ലോ. ക്രൂസിലെ സ്നേഹം നോക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ, ക്രൂസിലെ സ്നേഹം നോക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസിനിത് പോരാ, നാവിത് പോരാ, നാളിത് പോരാ, ആയുസിനിത് പോരാ. തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ, മുൾമുടി ചൂടിയ തൂങ്ങപ്പെട്ടത് എൻ പേർക്കാണല്ലോ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ, ഓരോ ദിനമത് ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസിനിത് പോരാ, നാളിത് പോരാ, നാളിത് പോരാ, ആയുസിനിത് പോരാ. Go ahead, Pastor. Thank you. God bless you. Thank you for beautiful song. എനിക്ക് ഏറ്റപ്പെട്ട ഒരു ഗാനം പാടുവാൻ ആദ്യം സ്വന്തത്തിലെ ദൈവം കർത്താവിനെ അവിടുന്ന് സഹായിച്ചല്ലോ. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം കൊടുത്തിരിക്കുന്നു. നാം എപ്പോഴും ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ, സഹായങ്ങൾ, രോഗസൗഖ്യം, സമ്പത്ത്, ജീവൻ നമ്മളെ ദൈവോത്സവമായി അല്ലെങ്കിൽ നടത്തുന്ന കൈയുടെ പ്രവൃത്തിയോ സാധ്യമാക്കി തരുന്ന എല്ലാം ഓർക്ക് എപ്പോഴും ഒരു നന്ദിയുള്ള ഹൃദയം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കുടുംബമായി ദാസിയും കുഞ്ഞുങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് ദൈവസഭയ്ക്കും അനുഗ്രഹമാക്കി നിർത്തിയിരിക്കുന്നല്ലോ. പ്രേയർ ലൈനും മക്കളെ അനുഗ്രഹമാക്കി നിർത്തിയിരിക്കുന്നു. ആ പാട്ട് പാടിയപ്പോൾ കർത്താവ് മഹത്വം കൊടുക്കൽ അനുഗ്രഹ സമൃദ്ധി എല്ലാവരുടെ മേലും പകർന്ന് പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ ഇടയായിത്തീർന്നുവല്ലോ. ഹല്ലേലൂയ. പാട്ടിന് അതിൻ്റെതായ ശ്രേഷ്ഠത ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. യഹോവയ്ക്ക് പുതിയ പാട്ട് ഈ രാത്രികാലം പാടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നുവല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ബഹുമാനം ദൈവവേദനം ശുശ്രൂഷിപ്പാൻ പോകുന്ന ഭക്തനെ നമുക്ക് ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതൊക്കെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഇന്നതിനെ ശുശ്രൂഷയാവുന്നു. അതിൽ നാം പറഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അന്ത്യകാല സംഭവങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിന്റെ വാതിലിന് തുറന്നു കിട്ടുവാൻ, ദൈവശബ്ദം രാത്രികാലം കേൾക്കുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സഹായിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദമൂർത്തി ആത്മാവ് ചുരുക്കമായി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ സന്ധ്യാസമയം ഞങ്ങൾ സ്തുതിയോടെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന കർത്താവെ, ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കഴിഞ്ഞ ഈ വർഷക്കാലം കർത്താവെ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവത്തിന്റെ കരുതലിനായി കർത്താവെ, ദൈവത്തിന്റെ സ്നേഹത്തിനായി, ദൈവത്തിന്റെ രക്ഷയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, വീണ്ടും കർത്താവെ അല്പസമയം ഞങ്ങൾ വചനത്തിന്റെ മുൻപാകെ ആയിരിക്കുന്ന കർത്താവെ, വചനം കർത്താവെ കേട്ടനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ ദൈവമേ, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ തലമുറയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവത്താൽ ഉപദേശിക്കൊരു സമാധാനം വലുതായിരിക്കണം. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ദൈവവചനത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന ജനത്തിന്റെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ അറിഞ്ഞ് കർത്താവ് ഇന്ന് രാത്രി സമയം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വചനം അയച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ശാരീരിക സൗഖ്യം ആവശ്യമുള്ള ഒരു സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാനസിക സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ എല്ലാവർക്കും കൃപ ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സമാധാനവും സ്വസ്ഥതയും എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവ തേജസ് കൊണ്ട് ഭവനങ്ങൾ നിറയപ്പെട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആത്മശക്തിയാൽ എല്ലാവരും നിറയ്ക്കണമേ. ആത്മസന്തോഷം കർത്താവ് എല്ലാവരുടെ മേലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനത്താവെ ശുശ്രൂഷിക്കാൻ കടന്നു വരുന്ന കർത്താവിന്റെ ദാസൻ ബാബു ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സൂസനെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ലൈൻ ലീഡിന്റെ കർത്താവിന്റെ ദാസൻ ഫാസ്റ്റർ ബ്രഹ്മത്തായിക്കായി സ്തോത്രം, എൽസമാമയ്ക്കായി സ്തോത്രം. കർത്താവെ, മക്കളെയും കൊച്ചുമക്കളെ അനുഗ്രഹിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പാട്ടുപാടുവാൻ പ്രിയ പ്രഭത്താവെ ജോളിയെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻസിക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ദൈവത്തിന്റെ കൃപയും സമാധാനം എല്ലാവരും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ ഞങ്ങളുടെ തലമുറയും ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമീൻ. ആമീൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. യഹോവേ അരുളി ചെയ്യണമേ. അടിയൻ കേൾക്കുന്ന പ്രവചനം വചന സുശീലത്തോട് ദാസനെ ക്ഷണിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. Praise the Lord. Hallelujah. Praise the Lord. Amen. Hallelujah. സ്തോത്രം. പ്രളയനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ആദരണീയരായ ദൈവദാസിദാസന്മാർക്ക് പുനരാഗമിക്കാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് വചന പഠനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മളെ കർത്താവ് ആ പാതാന്തിക്ക് കൂട്ടിവരുത്തുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ഒരാഴ്ച കൂടി വിജയപ്രദമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത്, കർത്താവ് നമുക്ക് കരുത്ത് തന്നതോർത്ത് സകല ബഹുമാനവും സ്തുതിയും സ്തോത്രവും ആരാധനയും മഹത്വവും നമ്മുടെ കർത്താവിന് അർപ്പണം ചെയ്താട്ടെ. ആദരങ്ങളൊക്കെ ഒന്ന് ചലിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഒരു മുട്ടമില്ലാതെ നടത്തിക്കൊണ്ടുവന്ന വഴികളെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ കടാക്ഷം കരുണ, കർത്താവിന്റെ കൃപ, ആ കൃപയുടെ ആ കവചത്തിൽ, ആ കർത്താവിന്റെ സ്നേഹത്തിൽ, കർത്താവിന്റെ ആ വിശ്വസ്തത, ആ ദയ, കരുണയൊക്കെ നമ്മോടുകൂടെ ഇരുന്നല്ലോ. കർത്താവേ, നമുക്കൊന്ന് പറയാം, എന്റെ കർത്താവേ അങ്ങ് എന്റെ കൂടെ ഇരുന്നല്ലോ. നന്ദി നന്ദി നന്ദി. കേട്ട ആ ഗാനം പോലെ കർത്താവേ വിളിച്ചു പറയാ. കർത്താവേ നന്ദി 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 എന്ന് വിളിച്ചു പറയാൻ ചങ്കൂറ്റമുണ്ടോ? ആ നെഞ്ചകത്തോട് കരം ചേർത്ത് വെച്ചുകൊണ്ട് പറയാ, എന്റെ കർത്താവ് ഇമ്മാനുവൽ, എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന്. താങ്ക് യു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ബഹുമാന്യ കർത്തദാസന്, കർത്താവിൽ ഞാൻ സ്നേഹിക്കുന്ന കർത്തദാസന് ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ തലങ്ങളിൽ കർത്താവ് മാനിക്കട്ടെ. വീണ്ടും വീണ്ടും ശുശ്രൂഷയിൽ ശോഭിച്ചു വരട്ടെ. കർത്താവ് കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, 2024 നമ്മൾ പ്രവേശിക്കുന്നു. പുതിയ വർഷത്തിൽ എല്ലാ നിലയിലും പുതുവർഷം ഒരു അനുഗ്രഹമാകട്ടെ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. 2023 ലഭിച്ച നന്മകൾ, ആത്മീയ നന്മകൾ, അതിലുപരി 2024 നമുക്ക് ലഭിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വാഗ്ദത്തം 2024 നിറവേറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഗാനം ആലപിച്ച കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക സ്നേഹാദരവുകൾ അറിയിക്കുന്നു. ഈ പ്രേരണ അനുഗ്രഹമായിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ മുഖ്യധാരാ പ്രവർത്തകരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ടീം വർക്കായിട്ട് പോകുന്ന മിനിസ്ട്രിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ബൈബിൾ സ്റ്റഡി ആണല്ലോ, ഇന്നും കൂടെ ഉണ്ടല്ലോ.
വലിയ വിശാലമായ ഒരു സബ്ജക്റ്റാണ്. എന്നാൽ ഇന്നും കൂടെ നമുക്ക് ബൈബിൾ സ്റ്റഡിയിൽ സമയം ചെലവഴിക്കാം. നമ്മൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സ്തോത്രം. പരിശുദ്ധാത്മാവേ, സ്വർഗപിതാവേ, ഹെവൻലി ഫാദർ, കർത്താവേ, അങ്ങനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ദൈവമേ. ആത്മാവിൽ എഴുതപ്പെട്ട ഈ വചന ആത്മാവിൽ തന്നെ വിവേചിക്കുവാൻ അവിടുന്ന് ഇതിനെ സഹായിക്കണമേ. ഞങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് അത് മാറണം, ഒരു രൂപാന്തരമായിട്ട് അത് മാറട്ടെ ദൈവമേ. പ്രകാശത്തിൽ ആ വചനത്തിന്റെ പ്രകാശനം, ആ വചനത്തിന്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങളെ സഹായിക്കാട്ടെ. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനമേ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച ആ വിഷയം നിങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. യേശുവിന്റെ നാമങ്ങൾ, അല്ലെ? നാമങ്ങൾ, 5 നാമങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ, തിരുവചനത്തിൽ നിന്നും വെളിപ്പെട്ട് കിട്ടിയ 5 നാമങ്ങൾ, അല്ലെ? യേശു, ഒന്നാമത്തെ യേശു എന്ന നാമം, അതിന്റെ അർത്ഥം രക്ഷകൻ. താങ്ക് യു. കർത്താവിന്റെ ദാസ്യ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഇമ്മാനുവേൽ, അല്ലെ? ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. അങ്ങനെ വിശദമായിട്ട്, സിമ്പിളായിട്ട്, ലളിതമായിട്ട് നമ്മൾ പഠിച്ചതാണ്. മൂന്നാമത്തെ കർത്താവ്, അല്ലെ? നാലാമത്തെ ക്രിസ്തു. അപ്പൊ കർത്താവും ക്രിസ്തുവും, അല്ലെ? ക്രിസ്തു യേശു, യേശു കർത്താവ്, യേശു ക്രിസ്തു എന്നൊക്കെ പറയുന്നത് തിയോളജിക്കലി ഭയങ്കര മീനിങ് ആണ്, വളരെ അർത്ഥമുള്ളതാണ്. രണ്ടും ഒരേ മീനിങ് അല്ല. അങ്ങനെ അഞ്ചാമത് നമ്മൾ പഠിച്ചത് രാജാതി രാജാവ്, കർത്താതി കർത്താവ്. അപ്പൊ 5 വെളിപ്പെട്ട് കിട്ടിയ നാമം, 5 നാമങ്ങൾ. അതുകൂടാതെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുവിന്റെ നാമത്തിന്റെ സവിശേഷതകൾ എന്നാണ്. യേശുവിന്റെ നാമത്തിന്റെ സവിശേഷതകൾ, അതാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്. യേശുവിന്റെ നാമത്തിന്റെ സവിശേഷതകൾ. നമ്മൾ 5 കൂടാതെ അനേക വിശേഷനാമങ്ങൾ കൂടെ ഉണ്ട്. അത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ വാക്കുകൾ ഒരുവിടുന്ന എന്റെ സങ്കേതം, അൽഫയും ഒമേഗയുമായവനെ, കുഞ്ഞാടേ നീ യോഗ്യൻ, ലാംബ് ഓഫ് ഗാഡ്, നല്ല ഇടയൻ, അത്ഭുത മന്ത്രി, വീരനാ ദൈവം, സമാധാന പ്രഭു, ലോകത്തിന്റെ വെളിച്ചം, വചനം, ദ വേർഡ്, സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ, മിശിഹ, വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ. ഒത്തിരി 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 വിശേഷനാമങ്ങളെ തിരുവചനത്തിൽ കാണാൻ കഴിയും. ഒരു പാട്ടിനെ ഞാൻ മറന്നുപോയി. ഒരു പാട്ടിനെ 1-2 ലൈൻ പാടിയാൽ നമുക്ക് നല്ലതായിരിക്കും. ഞാൻ വളരെ സമയത്തിനുള്ളിൽ തന്നെ നിർത്തിക്കോളാം. ആ പാട്ടൊരു പഴയ പാട്ടാണ്, നമ്മുടെ മെസ്സേജിനോട് അനുബന്ധിച്ചുള്ള ഒരു പാട്ടാണ്. ഞാനിപ്പോഴാണ് ഓർത്തപ്പോഴാ ആ പാട്ട്. ദൂതർക്കും, ഇപ്പോഴല്ല, ഞാനത് പറയാം. ദൂതർക്കും ലഭ്യമാകാതുള്ള രക്ഷ, അങ്ങനല്ലേ? ദൂതറിയിടാൻ ഭാഗ്യം ലഭിച്ച. അതിപ്പം പാടണ്ട കേട്ടോ, ഞാൻ പറയാവേ, അന്നേരം പാടി നമുക്ക് ഒന്ന് ആരാധിക്കണം. ആ ഒരു സബ്ജക്റ്റ്, ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും ആ പാട്ടോടുകൂടി. ഫിലിപ്പിയ ലേഖനത്തെ കുറിച്ച് ഞാൻ അല്പം ഒന്ന് ഇൻട്രഡക്ഷൻ പറഞ്ഞു. ഇനി ഞാൻ അത് ഇൻട്രഡക്ഷൻ പറയുന്നില്ല, കാരണം ഫിലിപ്പിയ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വിശാലമായിട്ട് പ്രിഫേസിൽ നിന്നുകൊണ്ട് അനേക കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് മുമ്പോട്ട് പോകണം, കാരണം നമ്മുടെ ടോപ്പിക് അതല്ലല്ലോ. അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ അല്പമായിട്ടൊക്കെ പഠിച്ചു. അതിലോട്ട് ഞാൻ ഇനി കയറുന്നില്ല. അപ്പം സ്ഫോടനാത്മകമായ നാമമാണ് യേശുവിൻ്റെത് എന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചു. യേശു ഈ ഭൂമി ജനിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ കാലങ്ങളിൽ നിർണയിക്കപ്പെട്ട നാമമാണ്. ഇപ്പോൾ നാം ആയിരിക്കുന്ന കാലം, അല്ലെങ്കിൽ ഈ വർത്തമാനകാലത്ത് പാപികളെ രക്ഷയിലേക്ക് നയിക്കുന്നതും രോഗികളെ സൗഖ്യമാക്കുന്നതും വരും കാലത്ത് അല്ലെങ്കിൽ നിത്യതയിൽ ആരാധിക്കപ്പെടുന്നതുമായ നാമമാണ് യേശുവിന്റെ നാമം. പാപം, പിശാച്, രോഗം, നിരാശ, അന്ധകാരത്തിന്റെ ദുഷ്ടശക്തികൾ, ഇവയ്ക്കെല്ലാം പരിഹാരം നൽകുന്ന നിസ്തുല്യ നാമമാണ് യേശുവിന്റെ നാമം. അതൊന്നും മറന്നുപോകാതെ മനസ്സിൽ ഒന്ന് കുറിച്ചു വെച്ചേക്കണം. യേശുവിന്റെ സംഭാഷണം വിശേഷതയുള്ളതായിരുന്നു. യേശുവിന്റെ ലൈഫ് സ്റ്റൈല് വിശേഷതയുള്ളതായിരുന്നു. യേശുവിന്റെ ശുശ്രൂഷ
വിശേഷതയുള്ളതായിരുന്നു. യേശു ചെയ്ത വാഗ്ദത്തങ്ങൾ, പ്രോമിസസ് വിശേഷതയുള്ളതായിരുന്നു. ഒന്നോർത്തേ, അവൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിച്ചിട്ടില്ല എന്നല്ല യേശുവിനെ കുറിച്ച് പറഞ്ഞത്. നമുക്കറിയാം ആരാ പറഞ്ഞെന്നല്ലേ? ചേവകർ യേശുവിനെ കുറിച്ച് പറയുന്ന വാക്യം വായിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം തോന്നുന്നു, 7-ാം അധ്യായം 46-ാം വാക്യമാണ്, 45-46. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു. അപ്പൊ യേശുവിന്റെ ലൈഫ് സ്റ്റൈലിനൊരു വിശേഷത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ജീവിച്ചതുപോലെ ജീവിക്കാൻ നമ്മളോട് പറയുന്നത്. യേശു അനുസരിച്ചതുപോലെ അനുസരിക്കാൻ നമ്മോട് പറയുന്നത്. യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ നമ്മോട് പറയുന്നത്. കണ്ടോ? അതെല്ലാം ഓരോരോ സബ്ജക്റ്റ്, ഓരോരോ പഠന വിഷയങ്ങളാണ്. പഠിതാക്കൾക്ക് ഓരോരോ വിഷയങ്ങൾ എടുത്തെടുത്ത് അത് പറയേണ്ടതാണ്. അപ്പൊ വിശേഷതയാർന്ന ഒരു മഹാപ്രതിഭയാണ് യേശു. വിശേഷതയാർന്ന ഒരു വ്യക്തി പ്രഭാവമാണ് യേശു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എബ്രായ ലേഖനത്തിൽ നിന്നൊരു വാക്യം ഞാൻ ഉദ്ധരിച്ച പറഞ്ഞായിരുന്നു, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്ന് നമ്മൾ ഒരുമിച്ച് അത് വായിച്ചതാണ്. അപ്പം നമുക്കിനിയും നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ കാതലായ ഭാഗത്തേക്ക് പ്രവേശിക്കാം. യേശുവിന്റെ നാമത്തിന്റെ സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത. ഒന്നാമതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ഒരു വാക്യം വായിക്കണം. നിങ്ങൾക്ക് നോട്ട് എഴുതണമെങ്കിൽ എഴുതിക്കോ. എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്യുന്ന നാമമാണ് യേശുവിന്റെ നാമം. അതാണ് നമ്മൾ യേശുവിന്റെ നാമത്തിന്റെ ഒരു സവിശേഷത. എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്യുന്ന നാമമാണ്. ഇതിനെക്കുറിച്ച് തിരുവചനത്തിൽ വളരെ തീക്ഷ്ണമായ ചില വാക്യങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. ഒഴിച്ചുകൂടാനാവാത്ത ശ്രേഷ്ഠമായ മഹനീയമായ ഒരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യം. മറ്റൊരു രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. മതി. കണ്ടോ? ശ്രദ്ധിച്ചോ? മറ്റൊരുത്തനിലും രക്ഷ ഇല്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനമേ, 66 പുസ്തകങ്ങളുടെ അങ്ങ് അരച്ച് നമ്മൾ കലക്കിയിട്ട് നമ്മൾ ജ്യൂസ് അടിക്കത്തില്ലേ? എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു എന്താ എടുക്കുന്നത്, അതിന്റെ സത്തല്ല, എക്സ്ട്രാക്ട് എന്ന് പറയും. എക്സ്ട്രാക്ട് എന്നാണ് ഇംഗ്ലീഷിൽ. എക്സ്ട്രാക്ട് എടുത്തു കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഈ വാക്യം. മറ്റൊരുത്തനിലും രക്ഷ ഇല്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേർ ഒരു നാമവും ഇല്ല. സൽവേഷൻ ഈസ് ഫൗണ്ട് ഇൻ നോ വൺ എൽസ്. ഓ, പ്രൗഡ്, ഗംഭീരമായിരിക്കും. ഫോർ there is no other name under heaven given to men by which we must be saved. ശ്രദ്ധിച്ചേ, ഈ ഒരൊറ്റ വാക്യത്തിന്റെ അവതരണം കൊണ്ട് ശ്രദ്ധേയനായ ഒരു പ്രാസംഗികനായിരുന്നു, ഒരു പ്രസംഗകൻ ആണ് പത്രോസ്. ഈ ഒരൊറ്റ വാക്യം അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗകരുടെ ഇടയിൽ അതിശ്രേഷ്ഠമായ ഒരിടം തേടുന്നു. ഭയങ്കരമാണ് അല്ലെ? ഗംഭീരമായിരിക്കുന്നു. ദൈവം ഉയർത്തുന്ന അതൊക്കെ. മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പൊ സകലർക്കും രക്ഷ പ്രാപിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏതു വ്യക്തിക്കും രക്ഷ പ്രാപിക്കാം. അവന്റെ നാമം ഏറ്റുപറയുന്നവർ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല. ഓ, ഗംഭീരമായിരിക്കും, ഉജ്ജ്വലമായി, എത്ര സവിശേഷമായിരിക്കുന്ന ഒരു നാമമാണ് അല്ലെ യേശുവിന്റെ നാമം. വേദപുസ്തകത്തിന്റെ കാതലായ വാക്യമാണിത്. ദൈവമക്കളെ, നമ്മളൊക്കെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ
വ്യാപൃതരായിട്ട് നമ്മൾ ഏർപ്പെടുന്നുണ്ട്. ഈ വാക്യത്തെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ വാക്യത്തെ ഒന്ന് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു വാക്യവും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ഈ വാക്യത്തെ മാറ്റിവെക്കാൻ പറ്റത്തില്ല. അതിനകത്തെ അർത്ഥതലം അത്രയ്ക്കും വ്യാപകമാണ്. നാം ഇന്ന് രാത്രി മനസ്സിലാക്കണം. ആ വാക്യം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചേർന്നൊന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും, പ്രയർ ലൈനിലുള്ള എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണ്ട, മ്യൂട്ട് ചെയ്തോട്ടെ. മ്യൂട്ട് ചെയ്ത് തന്നെ ഇരുന്നുണ്ട്. മറ്റൊരുത്തനിലും രക്ഷ ഇല്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. മുമ്പോട്ട് പോകാം. നമുക്ക് ആ സബ്ജക്റ്റ് അവിടെ കൊണ്ട്, ആ ടോപ്പിക്കാണ് അത് അവിടെ കൊണ്ട്, ആ പോയിന്റ് അവിടെ കൊണ്ട് നിർത്തുന്നു. കാരണം ഇനി നമുക്ക് വളരെ ഇച്ചിരി സമയമുള്ളൂ നമ്മുടെ മുമ്പിൽ. അടുത്തത് പാപമോചനം നൽകുന്ന നാമം. അപ്പോസ്തലപ്രവൃത്തിയിൽ നിന്നൊരു വാക്യം വായിക്കണം. പാപമോചനം നൽകുന്ന നാമം. അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം വന്നു. ഞാൻ എന്റെ നോട്ട്സ് 10:43 ഒന്ന് വായിക്കാമോ? അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. മതി. താങ്ക് യു സോ മച്ച്. കണ്ടോ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോ ഒരു ചില്ലി പൈസയുടെയും ചെലവില്ലാതെ, മറ്റ് മതങ്ങൾ അനുശാസിക്കുന്ന യാതൊരു കർമ്മകാണ്ഡ പദ്ധതികളും ഇല്ലാതെ, മനുഷ്യന്റെ പ്രയത്നങ്ങളില്ലാതെ പാപമോചനം ലഭിക്കപ്പെടാൻ ഒരേ ഒരു വഴി യേശുവിന്റെ നാമം മാത്രമാണ്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനം ലഭിക്കും. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനം ലഭിക്കും. ഇപ്പൊ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും, അതില് ഇന്ത്യക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ സ്പാനിഷുകാരനെന്നോ യൂറോപ്പുകാരനെന്നോ ഒന്നുമില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആ അനുഭവമൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആരെങ്കിലും വന്ന് നമ്മളെ അങ്ങ് പറഞ്ഞങ്ങ് ധരിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണോ? അല്ല. അവരുടെ നിർബന്ധത്തിലാണോ നമ്മൾ രക്ഷിക്കപ്പെട്ടത്? അല്ല, ഒരിക്കലും അല്ല. യേശുവിന്റെ നാമത്തിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മൾ രക്ഷയിലേക്ക് വന്നു. അത്ഭുതപ്പെടുത്തുന്ന, അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണത്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും, അത് താണജാതിക്കാരനെന്നോ മുടന്തനെന്നോ കുരുടനെന്നോ ഒരു വകതിരിവുമില്ല. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും, യേശുവിന്റെ നാമത്തിന്റെ വൈശിഷ്ട്യത്തെ ഓർത്ത് ഒന്ന് സ്തോത്രം പറയാൻ കഴിയുമോ? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. മത്തായി സുവിശേഷത്തിൽ നിന്നൊരു വാക്യം വായിക്കാമോ? മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. സുപരിചിതമായ വാക്യമാണ്. മത്തായി 1:21. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ഇരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. മതി. നോക്കിക്കേ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് കർത്താവിന്റെ ദൂതൻ യോസഫിനോടും മറിയോടും പറയുകയാണ്. ഇപ്പൊ സ്വർഗ്ഗ ഇട്ട പേര് നോക്കിക്കേ. യേശുവിന്റെ നാമത്തിൽ പാപമോചനം ലഭിക്കും എന്നുള്ള സത്യം സ്വർഗം മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. ദൈവജനമേ, നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണെന്ന് ഓർക്കണേ. മരണക്കിടക്കെ വെച്ച് പോലും ഒരു പാപിക്ക് രക്ഷ സ്വന്തമാക്കാൻ കഴിയും. ക്രൂശിൽ കിടന്ന കള്ളനെ കുറിച്ച് ഓർത്തേ. മരണത്തിന് അല്പം മുൻപ് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ക്രൂശിലെ കള്ളൻ. പ്രിയരെ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഒരു കാലത്ത് നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. നമ്മൾ ദൂരെ എവിടെയോ കിടന്നവരായിരുന്നു, അല്ലെ? മെഫീബോശത്ത്, അല്ലെ? അങ്ങനെയല്ലേ പഴയ നിയമത്തിലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാണ്. ആ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പറഞ്ഞ എന്താണ്? ചത്ത നായ എന്ന ആ പദപ്രയോഗം കേട്ടിട്ടുണ്ടോ? അതുപോലെ അല്ലായിരുന്നോ
മുമ്പേ ദൂരസ്ഥരായിരുന്നു. ദൂരസ്ഥരെന്ന് പറഞ്ഞാൽ എവിടെയോ, ദൂരെ എവിടെയോ. നിങ്ങളിപ്പോൾ ക്രിസ്തുവേശുവിൽ, ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവർ. പാപത്തിന്റെ ശിക്ഷയിൽ നമ്മെ പൂർണ്ണമായി രക്ഷിച്ച യേശു കർത്താവാണ് ഇന്ന് രാത്രി ഓർക്കണം. അപ്പൊ രക്ഷിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ് ആ ഉത്തരവാദിത്വം? യേശു പാപികളെ രക്ഷിക്കുമെന്ന് നമ്മൾ സധൈര്യം പ്രഘോഷിക്കണം. മറ്റുള്ളവരുടെ യേശുവിനെ കുറിച്ച് പറയാറുണ്ടോ? പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഒരു പുത്തൻ തീരുമാനമെടുക്കണമേ. ഞാൻ എൻ്റെ യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ സധൈര്യം പ്രഘോഷിക്കുമെന്ന് ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയണം. പ്രിയരെ, ഈ യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? ബൈബിൾ സ്റ്റഡിയാണ്, എനിക്കറിയാം. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിളിക്കുകയും വർത്താനം പറയുകയും ഒരു ദിവസം ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ വിളിക്കും. നമ്മുടെ വേണ്ടപ്പെട്ടവരെ, സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും സ്നേഹിക്കുന്നവരെ, കുഞ്ഞുങ്ങളെ ഒക്കെ നമ്മൾ വിളിക്കും, സംസാരിക്കും. വിളിച്ചാൽ നിർത്തത്തില്ല. വാട്സാപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ വീഡിയോ ഓണാക്കിയാണ് സംസാരിക്കുന്നത്. വിദൂരതയിലായിരിക്കുന്ന മറ്റൊരു ഭൂഖണ്ഡത്തിലായിരിക്കുന്നവരെ നമ്മൾ വിളിക്കുന്നു, കണ്ട് സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ കുറയുമോ? നമ്മുടെ ആരാധന കുറയുമോ? നമ്മുടെ വചനധ്യാനം കുറയുമോ? നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ കുറയുമോ? നമ്മുടെ ആന്തരിക കണ്ണുകൊണ്ട് യേശുവിനെ ദർശിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യുവജനമേ, നമുക്ക് മുമ്പോട്ട് പോകണം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്നാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. 300 വർഷം അല്ലെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഉൽപ്പത്തിയിലുണ്ടല്ലോ, ഹാനോക്ക് ഭാര്യയെ നോക്കി, കുടുംബത്തെ നോക്കി, കുഞ്ഞുങ്ങളെ വളർത്തി, ജോലി ചെയ്ത് സാമൂഹിക ജീവിയായിട്ടാണ് ദൈവത്തോടൊപ്പം നടന്നത്. നമ്മുടെ എഡീഷനിലൊക്കെ നമ്മൾ നടക്കാൻ പോകത്തില്ലേ സമ്മർ ടൈമിലെ? ഒന്ന് ഓർത്തേ. ചിലര് അവര് ഹസ്ബൻഡ്, വൈഫ്, കുഞ്ഞുങ്ങളെ, പിന്നെ അവരുടെ കൂടെ അവരുടെ പെറ്റ് കാണും, ഒരു പട്ടി കാണും അല്ലേ? അപ്പൊ സ്നേഹമുള്ളത് കൊണ്ടല്ലേ അവർ ഒരുമിച്ച് നടക്കുന്നത് അല്ലേ? വഴക്കും അടിയും വയ്യാവലിയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇരിക്കുക നടക്കും? ഒരിക്കലുമില്ല. അപ്പൊ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിനോട് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവിനോട് സംസാരിക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ വചനം ധ്യാനിക്കാതിരിക്കുമോ? ഇല്ല. അപ്പം 2024 ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് നമ്മൾ പ്രവേശിക്കാൻ പോവല്ലേ അല്ലേ? നമ്മൾ കർത്താവിനോട് കൂടെ നടക്കാൻ കഴിയണം. കർത്താവിനോട് കൂടെ നടന്നാൽ മാത്രം പോരാ, കർത്താവിലായിരിക്കണം എന്നാണ് എഫെസ്യ ലേഖനം. വി ആർ ഇൻ ക്രൈസ്റ്റ് എന്നാ പറയുന്നത്. വി ആർ വിത്ത് ക്രൈസ്റ്റ്, ബട്ട് വി ആർ ഇൻ ക്രൈസ്റ്റ്. വചന ധ്യാനത്തിലൂടെ, ആരാധനയിലൂടെ, ഉപവാസത്തിലൂടെ എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് നമ്മെ നടത്തിയതൊക്കെ എത്ര ശ്രേഷ്ഠകരമായിട്ടാണ്. കർത്താവ് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല. ലോകത്തിലുള്ള ഒരൊറ്റ മനുഷ്യനത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഓ പ്രൈസ് ഗോഡ്. നമ്മളെ സ്നേഹിച്ച കർത്താവിനെ നാം ഒരിക്കലും മറക്കരുത്. പ്രിയരെ, നമുക്ക് മുമ്പോട്ട് പോകാം. അടുത്ത പോയിന്റ് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അതിശ്രേഷ്ഠമായ മറ്റൊരു സവിശേഷത ഡോക്ടർ ലൂക്ക് നമുക്ക് നൽകിത്തരുന്നു. ആ വാക്യം കർത്താവ് തന്നെ നേരിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ്. ഡോക്ടർ ലൂക്കാണ് അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. മാനസാന്തരം നൽകുന്ന നാമം ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട് കേട്ടോ. അപ്പം ആ പോയിന്റ് ഓർത്തോണം. മാനസാന്തരം നൽകുന്ന നാമം. ലൂക്കോസ് 24:46 വാക്യം വായിക്കാമോ? ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. മതി, താങ്ക് യു. ഈ വാക്യം നോക്കി നിങ്ങൾ ശ്രദ്ധിച്ച് അപഗ്രഥിച്ച് അത് പഠിക്കണേ. കർത്താവ് നേരിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ്. അപ്പൊ യേശുവിന്റെ നാമത്തിൽ സകലർക്കും മാനസാന്തരമുണ്ട് കേട്ടോ. ആ വാക്യം വളരെ ശാന്തമായിട്ട്, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. സകല ജാതികളിലും. ഓരോ വാക്കും ഗംഭീര പ്രിയരെ. എടുത്തെടുത്ത് പഠിക്കണം. പോമഗ്രാനറ്റിന്റെ അല്ലികൾ നമ്മൾ എടുക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കണം. യേശുവിന്റെ നാമത്തിൽ സകലർക്കും മാനസാന്തരമുണ്ട്. മാനസാന്തരപ്പെടാൻ അവനിലേക്ക് തന്നെ തിരിയണം, അവനെ കൈക്കൊള്ളണം, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. ഓർത്തെ, യഹൂദന്മാർ
നീചമായി നികൃഷ്ടമായി തള്ളിക്കളഞ്ഞിരുന്ന നാമത്തെ ഇത്രയധികം ഉയർത്തുവാൻ അപ്പോസ്തലന്മാർ ശ്രമിച്ചിട്ടുള്ള ശ്രമം ശ്ലാഘനീയമാണ്. യഹൂദന്മാർക്ക് യേശുവിന്റെ നാമം എന്ന് കേൾക്കുമ്പോഴേ ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം അവരുടെ ആ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് ആരൊക്കെയാ? അബ്രഹാമിനും മോശയും ദാവീദും ഒക്കെ. അബ്രഹാമിനൊക്കെതിരെ, മോശക്കെതിരെ, ദാവീദിനെതിരെ എല്ലാം പറഞ്ഞാൽ അറിയാം. ഈ നാമങ്ങളൊക്കെ അവരുടെ മനസ്സിൽ വാരിക്കൂട്ടി വെച്ചിരിക്കുമ്പോൾ ഇവിടെ ഇതാ അവരുടെ എല്ലാം മീതെ യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നത് കാണുമ്പോൾ അവര് കോപിഷ്ഠരാകുകയാണ്. അവര് എറിയാൻ എന്റെ കല്ലെടുക്കുകയാണ് പ്രിയരെ. അപ്പം നമുക്ക് ആ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. നമ്മൾ അടുത്തത് അതിലും ശ്രേഷ്ഠമായ ഒരു പോയിന്റ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ദൈവജനമേ, ഒന്ന് ശ്രദ്ധിച്ച ദൈവജനമേ, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി കണ്ടോ, സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങിയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആ വാക്യം മുഴുവൻ ആ ഒരു പോയിന്റാ കേട്ടോ. ദൈവജനമേ, നാം എത്രമാത്രം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നാം ദൈവത്തെ വിട്ടുകൊടുക്കുമോ അതിനനുസൃതമായ ദൈവം നമ്മെ ഉയർത്തിക്കൊണ്ടുവരുമെന്നതിന് 2 പക്ഷമില്ല. അതിശ്രേഷ്ഠമായ, ഗംഭീരമായ, പ്രോജ്വലമായ വാക്യ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എന്നാണ് പറയുന്നത്. എല്ലാറ്റിനും മീതെ എന്നാ പറയുന്നത്. എല്ലാറ്റിനും, അതായത് പിതാവ് യേശുവിനെ 3 തലങ്ങളിൽ ഉയർത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 3 തലങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ വായിച്ചത്, ഇപ്പം വായിച്ച ആ വാക്യം 3 തലങ്ങൾ ഏതൊക്കെയാ? ആ വാക്യത്തിൽ തന്നെയുണ്ട്. നാമം നൽകി സ്വർലോകങ്ങളെ അല്ലെ, ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ. ആണോ? 3 തലങ്ങളെ നിങ്ങൾ നോക്കിക്കുക അങ്ങോട്ട്. യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും എന്നാ പറയുന്നത്. അപ്പൊ യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന എത്ര അത്ഭുതമാർന്ന നിലയിലാണ്. 3 തലങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായി യേശുവിനെ ഉയർത്തുന്നു. ഒന്ന്, സ്വർലോകരുടെ മധ്യത്തിൽ. സ്വർലോകരെന്ന് പറഞ്ഞാല് ദൈവം സൃഷ്ടിക്കപ്പെട്ട ഒരു മണ്ഡലമാണ് സ്വർഗം. അത് ഭൂമിയേക്കാളും വലുതാണെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. വായിക്കാൻ സമയമില്ല. വെളിപ്പാട് 21:9 വാക്യം മുതൽ വായിച്ചാൽ മതി. ദൈവത്തിന്റെ നാടാണ് സ്വർഗം അല്ലെ. എബ്രായർ 11:14 പറയുന്നുണ്ട്. അതൊക്കെ പിന്നീട് വിശാലതയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ആ പോയിന്റ് ഒക്കെ. ദൈവത്തിന്റെ നിവാസമാണ് സ്വർഗം. ദൈവത്തിന്റെ നിവാസമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ ആരൊക്കെയുണ്ട് പ്രിയരെ? ദൂതന്മാരുണ്ട്, പ്രത്യേക സൈന്യമുണ്ട്, തേരുകളുണ്ട്, സിംഹാസനങ്ങളുണ്ട്, തെരുവീതികളുണ്ട്. യു നെയിം ഇറ്റ് അല്ലെ. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സ്വർഗത്തിലുണ്ട്. എന്നാൽ ആ വാക്യം ഒന്ന് അപഗ്രഥിച്ച് നോക്കിക്കേ, അവയേക്കാളൊക്കെ ഉന്നതമായി നിലനിൽക്കുന്നതാരാണ്? യേശുവാണെന്നുള്ള സത്യം നാം ഇന്ന് രാത്രി മനസ്സിലാക്കണം. 2-ാമത്തെ തലം എന്താണ്? ഭൂലോകരാണ്. ഭൂലോകർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നമ്മൾ മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, സസ്യജാലങ്ങളുണ്ട്. എന്നാൽ അവയിലൊക്കെയും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് യേശു. 3-ാമത്തെ തലം നോക്കിക്കേ, എന്താണ്? അധോലോകരാണ്. അധോലോകം എന്ന് പറഞ്ഞാല് വീണുപോയ ദൂതന്മാരും രക്ഷിക്കപ്പെടാതെ മരിച്ച ദേഹികളും അവിടെയുണ്ട്.
എന്നാൽ അവരെക്കാൾ ഒക്കെ ശ്രേഷ്ഠനാണ് എൻ്റെ യേശു. പ്രിയരെ, എല്ലാറ്റിനും മീതെ ഉയർന്നവൻ യേശു മാത്രമാണ്. യേശു എല്ലാവരിലും വലിയവൻ. ഈ 3 തലങ്ങളിൽ ഉള്ളവർ, സ്വർലോകരും ഭൂമിയിലെ മനുഷ്യരും അധോലോകത്തിലുള്ളവരും എല്ലാവരും ക്രിസ്തുവിന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കും എന്ന് നാം ഇന്ന് രാത്രി തിരിച്ചറിയണം. ആ കരമൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് പറയാൻ കഴിയുമോ? യേശുവേ, അങ്ങാരിലും വലിയവൻ. യേശുവേ, അങ്ങയുടെ ശ്രേഷ്ഠതയെ ഓർത്ത് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയാൻ കഴിയുമോ? കരങ്ങളെ ഉയർത്തിക്കൊണ്ടത് പറഞ്ഞാട്ടെ. സ്തോത്രം. എന്റെ സമയം പോകുന്നല്ലോ. ഞാനൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ആശയത്തിൽ നിന്നും ഒരു കാര്യം പറയട്ടെ. പിതാവ് പുത്രനായ യേശുവിനെ ഈ 3 തലത്തിലും ഉയർത്തിയതുപോലെ തന്നെ, ആ വാക്യം എടുത്ത് പഠിച്ച് നോക്കിക്കേ. ദൈവം ഉയർത്തിയ യേശുവിനെ ഉയർത്തിയതുപോലെ, 3 തലത്തിലും ഉയർത്തിയതുപോലെ തന്നെ നമ്മളെയും ഈ 3 തലങ്ങളിൽ ഉയർത്തി എന്ന് പറയുന്നതിൽ തെറ്റില്ല. തിയോളജിക്കലി, ദൈവശാസ്ത്രപരമായിട്ട് പറയുകയാണ്, തെറ്റിദ്ധരിക്കരുത്. യേശുവിനോട് സമനാക്കി പറയല്ല. ശരിക്കും ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. ശരിക്കും ആ വാക്യം എടുത്ത് സാവധാനം ഒരു നോട്ട് ബുക്കും പേനൊക്കെ എടുത്ത് വെച്ചങ്ങ് ധ്യാനിച്ചിരുന്ന് ഒന്ന് പഠിച്ചു നോക്കിക്കേ. നമ്മളെയും ദൈവം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുമ്പിൽ ഉയർത്തിയെന്ന് ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമ്മുടെ ആരാധന, നമ്മുടെ പാട്ട്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആത്മാഭിഷേകത്തോടെയുള്ള ആരാധന, നമ്മുടെ കൂട്ടായ്മയും ഒക്കെ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നുണ്ടെന്ന് ബാബു പറഞ്ഞ വാക്കല്ലത്, ദൈവവചനത്തിലുള്ള ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു എന്നാ അല്ലെ? ഏത് വാക്യം വന്നേ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? പത്രോസിന്റെ ലേഖനാണോ? ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലേ. ദൂതന്മാർ നമ്മെ കുനിഞ്ഞു നോക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ദൂതന്മാർക്ക് അതിശയമാണ്, അവർക്ക് വിസ്മയമാണ്. നമ്മുടെ ആത്മനിറവിലുള്ള ആരാധന, അന്യഭാഷയിലെ സ്തുതി സ്തോത്രം നമ്മൾ കൈയടിച്ചു പാടുന്ന ആത്മനിറവില്ല, അന്യഭാഷാ ഭാഷണത്തോടുകൂടി അന്യഭാഷയിൽ ആരാധിക്കുന്ന ആരാധന, തീ കത്തുന്ന ആരാധനയൊക്കെ ദൂതന്മാരെ വിസ്മയപ്പെടുത്തി. കാരണം എന്നറിയോ? അവരെ സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ അവർ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്, അവർ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നൊക്കെയുണ്ട്, ആ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചേ, വിടുതലിന്റെ ഒരു നല്ല സാക്ഷ്യം പറയാനോ, ഒരു പ്രബോധനം പറയാനോ, ഒരു മെസ്സേജ് കൊടുക്കാനോ, ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞ് യേശുവിലേക്ക് കൊണ്ടുവരുവാനോ, 10 ട്രാക്റ്റുമായിട്ട് നടന്നുപോയി കൊടുക്കാനോ, കവലകളിൽ ചെന്ന് യേശുവിനെ പ്രസംഗിക്കുവാനോ ഒരു ദൂതനും കഴിഞ്ഞിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം പിന്നീട് വായിച്ചു. അവിടെ എടുക്കാൻ സമയമില്ല, ഞാൻ സമയം നോക്കിക്കോട്ടെ. സമയം വളരെ മുന്നോട്ട് പോയി. ഈ ഇന്നത്തെ ക്ലാസ് കൊണ്ടും തീരത്തില്ലല്ലോ, സാരമില്ല. അപ്പം ദൈവദൂതം കൊർന്നല്യോസിന്റെ അടുക്കിലോട്ട് പോകുന്ന ആ ഭാഗമാണ്. അത് നിങ്ങൾ പിന്നീട് വായിക്കണേ. അപ്പൊ കൊർന്നല്യോസിന്റെ അടുക്കിലോട്ട് ദൈവം ദൂതനെ അയക്കുന്നുണ്ട്. അങ്ങനെ ദൈവം അയച്ച ദൂതനോട് പറയുന്നത് എന്നാ? നീ കൊർന്നല്യോസിനോട് പറയേണ്ടത്, കൊർന്നല്യോസേ, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തി സുവിശേഷം കേൾക്കാനാ. കണ്ടോ? കൊർന്നല്യോസേ, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തിയിട്ട് സുവിശേഷം കേൾക്കാൻ, അല്ലാതെ ദൂതം പറയുന്ന സുവിശേഷം കേൾക്കാനല്ല. പ്രിയരെ, നമുക്ക് കിട്ടിയ പ്രിവിലേജിനെ ഓർത്ത് കരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്തേ. അപ്പൊ ഒരൊറ്റ ദൂതനും സുവിശേഷം അറിയിക്കാൻ പറ്റിയില്ല. ഓർത്തോണം, നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ വചനം ധ്യാനിക്കുന്നു, നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു, പാട്ടുപാടുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു, ദൂതന്മാർക്കൂടെ കുനിഞ്ഞു നോക്കുന്നു വിസ്മയമായിട്ട്. അപ്പം നമ്മളെ ഉയർത്തിയില്ലേ ദൈവം? തീർച്ചയായിട്ടും. അപ്പൊ ഈ ഭൂമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഭൂവാസികളുടെ ഇടയിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഈ ലോകത്തില് സാമൂഹിക ജീവികളായിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണ്. അവിടെ ആത്മനിറവോടുകൂടി കർത്താവിനെ ആരാധിക്കുന്നതും ആത്മീയ ഉന്നതയിൽ നാം ജീവിക്കുന്നതും അവര് നമ്മളെ കാണുമ്പം അവർക്ക് അത് ശ്രേഷ്ഠമായി തോന്നുന്നു. നമ്മൾ അവർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. അതൊക്കെ കാണുമ്പോൾ അവർക്ക് വലിയ വിസ്മയമായിട്ടാണ് തോന്നുന്നത്. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ശുശ്രൂഷിക്കും. യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ പറയുമ്പോൾ യേശുവിന്റെ നാമം വഹിക്കുന്ന നമ്മോട് അടുക്കുവാൻ പിശാചിന് ഭയമാണ്. അപ്പൊ കണ്ടോ, അധോലോകത്തിലുള്ള അന്ധകാര ശക്തികള്
ആ ശക്തികൾ നമ്മെ കാണുമ്പോൾ ഭയപ്പെടും, നമ്മിലേക്ക് വരാൻ പറ്റത്തില്ല. കാരണം നമ്മൾ യേശുവിന്റെ രക്തവളപ്പിലാണ്. എനിക്കറിയാം, നാട്ടിലൊരു പണ്ടായിരുന്നു ഒരു സഭയിലൊരു ഒരു മനുഷ്യൻ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് സെറ്റാനിക് ഈബിൾ വിഷ്ക്രാഫ്റ്റിലൂടെ വന്നിട്ട് ഭയങ്കര ഒച്ചയും ബഹളാ. ദൈവദാസനെ പ്രസംഗിക്കാൻ അനുവദിക്കത്തില്ല. അപ്പോ എന്ത് ചെയ്തു? അപ്പം പ്രായമുള്ള ഒരു അപ്പച്ചൻ അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് നടന്നു പോയി. അവിടെ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ദൈവദാസനെ വിളിച്ചുകൊണ്ട് വന്ന് ദൈവദാസൻ അവിടെ ആലയത്തിലോട്ട് കയറി 1 മിനിറ്റ് ഇച്ചിരി വെള്ളം കണ്ടു കുടിച്ചു. യേശുവിന്റെ നാമത്തിൽ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവൻ അവിടെ ഇരുന്ന് അങ്ങ് പിടഞ്ഞ് അവിടെ അങ്ങ് ഇരുന്നു. കണ്ടോ? അതെന്റെ ഓർമ്മ നിൽക്കുകയാണ്. ഇത്ര ഭയങ്കര യേശുവിന്റെ നാമത്തിലുള്ള ശുശ്രൂഷ. അപ്പം മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് വിസ്മയ, ഈ ലോകത്തിൽ താമസിക്കുന്നവരവര്. അപ്പം അതുപോലെ സ്വർഗത്തിലെ ദൂതന്മാർ പറയൂ, നോക്കിക്കേ, എന്നാ ഭയങ്കര ആരാധനയാണ്, എന്നാ ഭയങ്കര വചന ശുശ്രൂഷയാണ്. ആ കുടി വന്നിരിക്കുക ജനത്തെ നോക്കിക്കേ, ഭയങ്കര രൂപാന്തരം അവർ കാണുന്നു, അവരെ സന്തോഷിക്കുന്നു. ചിലർ പാപികളായിട്ടുള്ളവര് മാനസാന്തരപ്പെടുന്നു, ചിലർ അവരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു, ആത്മ നിറവിലാകുന്നു, ചിലർ കൈയടിച്ച് പാടുന്നു എന്നൊക്കെ പറഞ്ഞ് ദൂതന്മാർക്ക് വിസ്മയമായിരിക്കുക. ദൂതന്മാർക്ക് പറ്റുന്നില്ലല്ലോ എന്ന് അവർ പറയുന്നത്. അപ്പം ദൈവം കൊടുത്ത ആ മെസ്സേജ് കൊടുക്കാനേ ദൂതന്മാർക്ക് കഴിയത്തുള്ളൂ. ദൈവം കൊടുത്ത ആ മെസ്സേജ് ദൂതം എന്ന് പറയുന്ന മറിയോട് പറയുന്നുണ്ട്, അത്യുന്നത ശക്തി നിഴലിടുമെന്നൊക്കെ പറയാനേ പറ്റൂ. കർത്താവിന്റെ സുവിശേഷീകരണമൊന്നും അവരെ ഏൽപ്പിച്ചിട്ടില്ല. വചനപ്രഘോഷണം, പ്രബോധനം, ഇതൊന്നും അവരെ ദൂതനെയൊന്നും ഏൽപ്പിച്ചിട്ടില്ല. ആ ദൗത്യം കർത്താവ് നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു പാട്ട് പാടാൻ പ്രിയരെ. വളരെ അനുഗ്രഹീതമായ ആ ഗാനം കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പാടണമെന്ന് തോന്നുന്നു. എത്ര സൗന്ദര്യമാണ് ആ വാക്കുകൾക്ക്. ദൂതർക്കും ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ആർക്ക് പാടാൻ കഴിയും അത്? ദൂതർക്കും ഗൂഢാവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായി തന്നാനുദിനമെനിക്കവൻ. ദൂതഗണം കാവലായി തന്നാനുദിനമെനിക്കവൻ. നൂതനമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടുന്നു. പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയാതാൽ പാടും ഞാൻ പരമേശനു സതതം. ആർക്കുമേകാൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുൻ ആർത്തിയോടെ കാത്തിരുന്നു ഞാൻ. ആർക്കുമേകാൻ സാധ്യമല്ലാത്ത ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുൻ ആർത്തിയോടെ കാത്തിരുന്നു ഞാൻ. പാർത്തവേനൻ ദുരിതങ്ങൾ ഓർത്തവേനൻ പ്രാർത്ഥനകൾ തീർത്തവേനൻ ദുരിതങ്ങൾ വാഗ്ദത്തത്തിനാവിയാലെ പാടും ഞാൻ പരമേശനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയാതാൽ പാടും ഞാൻ പരമേശനു സതതം. ആമേൻ, ആമേൻ. താങ്ക് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് മുമ്പോട്ട് പോകാം. കണ്ടോ, നമ്മൾ പാടിയ പാട്ട് കണ്ടോ, ദൂതന്മാർക്ക് വിസ്മയമായിരിക്കുന്നു. അപ്പോൾ നമ്മള് കർത്താവ് ഉയർത്തുന്നത് കണ്ടോ, 3 തലങ്ങളിൽ കർത്താവിനെ ദൈവം 3 തലങ്ങളിൽ ഉയർത്തിയതുപോലെ കർത്താവിനെ സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും ഏറ്റവും മീതെ ഉയർത്തിയിരിക്കുമ്പോൾ ആ കർത്താവിലുള്ളവരെ നമ്മൾ വി ആർ ഇൻ ക്രൈസ്റ്റ് എപ്പോഴും ഓർത്താണ്. എഫെസ്യ ലേഖനം പഠിച്ചോണം നിങ്ങൾ. നമ്മൾ കർത്താവിനോട് കൂടെയല്ല, കർത്താവിനോട് കൂടെ നടക്കാൻ എളുപ്പാ, ഈസിയാ. വി ആർ ഇൻ ക്രൈസ്റ്റ്. കർത്താവിലാണ് നമ്മൾ. കർത്താവിലുള്ള നമ്മളെയും ദൈവം അതുപോലെ തന്നെ ആ 3 തലങ്ങളിലും ഉയർത്തിയിട്ടുണ്ട്. എക്സാമ്പിൾ നമ്മൾ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തന്നു.
നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരം, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മശക്തി, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന വിശുദ്ധി, ഇതെല്ലാം നാം സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ സ്വർലോകത്തിലുള്ളവർക്ക് വിസ്മയമാകും, ഭൂലോകത്തിലുള്ളവർക്ക് വിസ്മയമാകും, അധോലോകത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ ദുഷ്ടാത്മസേനയ്ക്ക് നമ്മൾ ഒരു പേടി സ്വപ്നമായി മാറും. അതാണ് കർത്താവ് പറഞ്ഞല്ലേ മർക്കോസിന്റെ സുവിശേഷത്തിലല്ലേ, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് കർത്താവ് പറഞ്ഞു. ഇതാണ് കർത്താവ് നമ്മിൽ പകർന്നിരിക്കുന്ന അധികാരം. പ്രിയരെ, നമുക്കറിയാം കർത്താവിന്റെ നാമത്തിൽ ഒത്തിരി വലിയൊരു സബ്ജക്റ്റാണ്. ഇപ്പൊ ഇനിയും എനിക്ക് സമയമില്ല. അപ്പം പൗലൂസൊക്കെ പറയുന്നില്ലേ, പൗലൂസ് എവിടെയാ ചെന്ന് ഫിലിപ്പിയല്ലേ വെളിച്ചപ്പാടത്തെ കണ്ട് ലക്ഷണം പറയുന്ന പെൺകുട്ടി ദുരാത്മാവിനെ പുറത്താക്കി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന പൗലൂസ്, ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയെന്ന്. അപ്പം ഇവിടെ ചെറുത്ത് നിൽക്കുന്ന സകല ദുഷ്ടശക്തികളും പ്രേതപിശാചുക്കളും യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തും. യേശു ആരിലും വലിയവൻ. പ്രൈസ് ബി ടു ഗോഡ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു ഫൽസിക്കുമ്പോൾ ഉറഞ്ഞു തുള്ളി വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ ഭവനം വിട്ട്, ദേശം വിട്ട്, ശരീരം വിട്ടിറങ്ങുന്നു. എല്ലാ അധോലോക ശക്തികളും യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. ദൈവമക്കളെ, ഞാൻ എൻ്റെ തിരുവചന പഠനത്തിന് കുത്ത് ഇടുന്നു. ഇനിയും ഒത്തിരി പറയാനുണ്ട്, അതൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നു. എല്ലാ നാമം കർത്താവെന്ന് ഏറ്റുപറയത്തക്ക നിലയിൽ ശ്രേഷ്ഠമായിരിക്കുന്ന നാമം, ഏറ്റുപറയുന്ന നാമം എന്നൊക്കെ ഉണ്ട്, ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരു വലിയ വിഷയമാണ്. 2 ക്ലാസ്സുകൾ എടുക്കാൻ കർത്താവ് എനിക്ക് കരുത്ത് തന്നു. ഇന്ന് ജോൺ വർഗീസ്, ആദരണീയനായ അഭിഷക്തനായ കർത്താവിന്റെ ദാസൻ ജോൺ വർഗീസ് പാസ്റ്ററാണ് ക്ലാസ് എടുക്കേണ്ടത്. എന്നാൽ അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ദിവസം ക്ലാസ് ബാക്കപ്പായിട്ട് നിൽക്കുന്നു. താങ്ക് യു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. എക്സ്ക്യൂസ് മീ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. രാത്രികാലം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വിലപ്പെട്ട നാമത്തെ കുറിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം കരുതലെടുത്ത് ദൈവശബ്ദം നമുക്ക് കേൾപ്പാൻ ഇടയായി തീർന്നതിലൊരു നാമത്തിന്റെ സവിശേഷത, നാമത്തിന്റെ ശക്തി, ഒരു നാമത്തിന്റെ ശ്രേഷ്ഠത. ഹാലേലൂയ. പാട്ടുകാരൻ പാടുന്ന 1 കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഹാലേലൂയ, 1 കോടി നാവ് പതിന് കേജിയാലും ഹാലേലൂയ, നിറകോടി നന്മയാൽ നീ സ്തുതി പാടുവാൻ ഹാലേലൂയ അടിയനാകുമോ സുന്ദരാനേ എന്നുള്ള പാട്ടുകാരൻ പാടുന്ന പോലെ തന്നെ ഇന്ന് രാത്രികാലം ഹാലേലൂയ നമ്മുടെ കർത്താവിന്റെ നാമത്തിലുള്ള വിടുതൽ ഈ സമയം വരെ നമുക്ക് അനുഭവിപ്പാനുള്ള ഭാഗ്യം മഹാദൈവം നൽകിയതിന്റെ നാമത്തിൽ ഉള്ള സവിശേഷതകളെ കുറിച്ച് കർത്താവിന്റെ ദാസൻ രാത്രികാലം വചനത്തിലൂടെ ഹാലേലൂയ നമ്മോട് സംസാരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഹാലേലൂയ അവിടുത്തെ നാമത്തിന്റെ ശക്തി എത്ര വലുതാണ്. ഹാലേലൂയ. സകല നാമത്തിൽ മേലായ നാമം ഹാലേലൂയ. പിതാവായ ദൈവം ഹാലേലൂയ സകല നാമത്തിലും മേലായ നാമം നൽകി സ്വർലോകരുടെയും ഭൂലോകരുടെയും അതുകളുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന നാമം ഹാലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹാലേലൂയ. നാമത്തിന്റെ ശക്തി ഹാലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരം ലഭിച്ച നാമം ഹാലേലൂയ. നാം ഈ രാത്രികാലം ദൈവത്തെ സ്തുതിക്കണം. ഹാലേലൂയ. സ്തോത്രം, സ്തോത്രം. ഈ ലോകത്തിലെ മുഴുവൻ അധികാരങ്ങളും നമ്മുടെ മഹാദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലാവുന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹാലേലൂയ. നമ്മുടെ കർത്താവിന്റെ അധികാരം ഹാലേലൂയ. ഭൂതങ്ങൾ വിട്ടുപോകുന്നു. ഹാലേലൂയ. ബന്ധനങ്ങൾ അഴിയുന്നു. ഹാലേലൂയ. മരിച്ചവർ വിയർക്കുന്നു. ഹാലേലൂയ. മുടന്തൻ മാനിനെ പോലെ ഓടുന്നു. ഹാലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹാലേലൂയ. സ്തോത്രം. ഹാലേലൂയ. നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ തന്നെ ഇത്രമാത്രം രോഗികളാവുന്ന കടന്നു വന്ന് ആ വിശ്വസിച്ചവർക്കെല്ലാം വിടുതൽ പ്രാപിപ്പാൻ ഇടയായി തീർന്നു. ഹാലേലൂയ. ദൂരവേ കർത്താവിനെ കാണുമ്പോൾ തന്നെ യേശുനായക ഞങ്ങളോട് കരുണ തോന്നണമേ, യേശുവേ രക്ഷിക്കണമേ, യേശുവേ സൗഖ്യമാക്കണമേ. ഹാലേലൂയ. കാൽക്കൽ വീഴുവാൻ കൊള്ളാവുന്ന നാമം ഹാലേലൂയ.
ഓ പാദപീഠം ചുംബിപ്പാൻ കൊള്ളാവുന്ന നാമം. സ്തോത്രം. ഉയർത്തുന്ന നാമം. ഹല്ലേലൂയ. വഴി നടത്തുന്ന നാമം. ദുർഘടങ്ങളെ നീക്കിത്തരുന്ന നാമം. താഴിലെ ബന്ധനം അഴിക്കുന്ന നാമം. മുമ്പുള്ള സമൂഹി ആക്കുന്ന നാമം. ഹല്ലേലൂയ. നമ്മെ ജനോത്സവമായി നടത്തുന്ന നാമം. ദീർഘായുസ്സും തൃപ്തിപ്പെടുത്തുന്ന നാമം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എല്ലാം മാനിക്കുന്ന നാമം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്ന നാമം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. രാത്രി കാലം വചനത്തിന്റെ വാതിൽ ദൈവഭക്തിന് ദൈവം തുറന്നു കൊടുക്കുമല്ലോ. ഹല്ലേലൂയ. നമ്മളെ കേൾപ്പിച്ച വിലപ്പെട്ട തിരുനാമത്തിൽ ഹല്ലേലൂയുള്ള വിടുതൽ ഹല്ലേലൂയ നമ്മൾ അനുഭവിപ്പാൻ പോകുന്ന പൊതു മത്സരത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 2023 അനുഭവിച്ചതിൽ ശ്രേഷ്ഠമേറിയ അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം മാനസാന്തരത്തിലേക്ക് നൽകുന്ന നാമം. ഹല്ലേലൂയ. പാപമോചനം നൽകുന്ന നാമം. പാപികളെ രക്ഷിക്കുന്ന നാമം. ഹല്ലേലൂയ. സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന നാമം. സ്വസ്ഥത നൽകി അനുഗ്രഹിക്കുന്ന നാമം. ഓ സന്തോഷം നൽകി അനുഗ്രഹിക്കുന്ന നാമം. ധൈര്യവും നീതിയും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം തന്നെ മാനിക്കുന്ന നാമം. ആ നാമത്തെ കുറിച്ച് ഹല്ലേലൂയ എത്ര പറഞ്ഞാലും തീരുകയില്ല. ഈ തിരുവചനത്തിൽ നിറഞ്ഞു നിൽക്കാവുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ നാമം ഹല്ലേലൂയ പുച്ഛമായി നമ്മെ പരിഹസിക്കുമ്പോൾ കളിയാക്കുമ്പോൾ നിന്ദിക്കുന്നവരുടെ നമ്മുടെ കർത്താവിനെ നിന്ദിച്ചു പരിഹസിച്ചു പുച്ഛിച്ചു കളിയാക്കി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ലോകത്താണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ തേനിലും തേൻകട്ടിലും മധുരമേറിയ ദൈവവചനമായിരിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ കടന്നു വരുന്നവർ കുറെ നേരത്തെ കാര്യവച്ചനൊക്കെയും യാക്കോബായ വിട്ടു കടന്നു വന്ന സന്ദർഭത്തിൽ ഹല്ലേലൂയ പറ്റുമോ കുറ്റബോധം തോന്നുന്നില്ലയോ എന്ന് മറ്റുള്ളവരൊക്കെ സഹായത്തിന് ചോദിച്ചപ്പോൾ പ്രയാസികൾ അല്ലെങ്കിൽ നിന്ദിക്കുന്ന പുച്ഛിക്കുന്നവരൊക്കെ ചോദിച്ചപ്പോൾ ഒറ്റ മറുപടിയെ പറയാനുള്ള കുറെ കൂടെ നേരത്തെ എനിക്ക് വരാൻ സാധിച്ചില്ലല്ലോ. അത് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിന്റെ ശ്രേഷ്ഠത. ഹല്ലേലൂയ. അങ്ങനെ അനേകർക്ക് ലക്ഷം ആൾക്കാർക്ക് സാക്ഷ്യം പറയുവാനുണ്ട്. കുറെ കൂടെ നേരത്തെ എനിക്ക് കർത്താവിന്റെ നാമത്തിൽ അതിന് സന്തോഷം നീ വിടുതൽ നീ നന്മ അനുഭവിപ്പാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നവരുടെ കർത്താവിന്റെ മക്കൾ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. വചനം സംസാരിക്കുന്ന മക്കളെ കുടുംബമായി കരങ്ങളിൽ ഏൽപ്പിക്കാം. മക്കളെ മൂന്നാം തലമുറ എല്ലാം അനുഗ്രഹിച്ച് കർത്താവ് ദീർഘായുസ്സുകൊണ്ട് തൃപ്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. വചന ശുശ്രൂഷയിൽ ശോഭിക്കുവാൻ അഭിഷക്ത ശുശ്രൂഷ വിടുതലിന്റെ ശുശ്രൂഷ വീര്യപൂർവ്വ ശുശ്രൂഷ വിവിധ കുറവുകളും കൃപാവരങ്ങളും പിന്നെയും ദൈവം നൽകി മാനിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാത്രമല്ല അനുഗ്രഹീക്ഷമായി ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. സൂസിന്റെ വിടുതലിന് വേണ്ടി കാത്തിരിക്കും ദൈവത്തിന് ടൈമുണ്ട്. ഹല്ലേലൂയ. അച്ഛന്റെ പൂർണ്ണ വിടുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിനും ദൈവസഭയ്ക്കും എല്ലാവർക്കും അവരുടെ മക്കൾ അനുഗ്രഹീക്ഷമായി മാറട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രേയറിൽ നൽകുന്ന മക്കളെയും ദാസനെയും കുഞ്ഞുങ്ങളെയും മുൻപേരെയും പ്രാർത്ഥിക്കണം. ഈ പ്രേയറിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നാം എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. നിരന്തരം പുതിയ പുതിയ കുടുംബങ്ങളൊക്കെ കടന്നു വന്ന അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും ഞാൻ ഷോർട്ടായിട്ട് പ്രാർത്ഥിക്കുന്ന പിതാവാം ദൈവമേ, എന്നെ പരിശുദ്ധാത്മാവാം ദൈവമേ, ദൈവത്തിന്റെ വിലപ്പെട്ട സാന്നിധ്യം രാത്രി ഐശ്വര്യമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കാനും അവിടുത്തെ നാമത്തിന്റെ ശ്രേഷ്ഠത സവിശേഷതകൾ അത്ഭുതങ്ങൾ വീര്യപ്രവർത്തന അതിശയങ്ങൾ എന്റെ പിതാവ് ഇന്നും പ്രവർത്തിക്കുന്നു. ഞാൻ ഹല്ലേലൂയ ഇന്ന് വരെ പ്രവർത്തിക്കുന്നു. ഞാനും പ്രവർത്തിക്കുന്നു. പ്രവർത്തിയെ തടയുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാരാജാവായിരിക്കുന്ന ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലാകുന്നു ഈ ഭൂമിയിലെ മുഴുവൻ അധികാരങ്ങൾ. അതിനായി നന്ദി കഴിയുന്നു. സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരം ലഭിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ജയം എടുത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രളയങ്ങളൊക്കെ അനുഗ്രഹ സമൃദ്ധിയാണ് പകരുന്നത്. അതിനായി നന്ദി കരയേറ്റുന്നു. രാവിലെ സുഖവർക്കങ്ങൾ തരണം. അർദ്ധരാത്രിയിലും ഭക്തന്മാർ എഴുന്നേറ്റ് തിരുമേനിയെ ഇരിക്കുന്നത് പോലെ നിങ്ങളും അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ, പരീക്ഷയിൽ അകപ്പെട്ടു പോകാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഒക്കെ തലമുറകളായിട്ട് നിങ്ങളെ സഹായിക്കണം. സുഖവർക്കങ്ങൾ തരണം. എഴുന്നേറ്റ് നന്ദി ക്ലാസ് വായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം. സ്വർഗ്ഗസ്ഥ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുരോഗമനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും കൂടപ്പെട്ട എല്ലാവരുടെ മേലും പോലും വിശുദ്ധന്മാരുടെ മേലും ഇന്ന് നന്ദിയും കർത്താവിന്റെ നാമത്തെ മേഘപ്രത്യേഷം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. God bless us all. Amen. Thank you. God bless you too. Good night.